ഈ വാർത്ത പറയുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. കാരണം നമ്മുടെ സമസ്തയുടെ അൽബിർ എന്ന് പറയുന്ന പ്രീ സ്കൂൾ സംവിധാനത്തിലെ കുഞ്ഞു കുട്ടികൾ 3 വീടുകൾ ചൂരൽമല മുണ്ടക്കൈ അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി നിർമ്മിച്ചു നൽകി എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ സന്തോഷം മറ്റെന്തുണ്ട്? കാടടച്ചുള്ള പിരിവുകളോ മറ്റോ സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായില്ല. അവർ അവരുടെ നാണയത്തൊട്ടുകൾ ശേഖരിച്ച് വെച്ച് ഉറുമ്പ് കൂട് കെട്ടുന്ന പോലെ കൂട് കെട്ടി, അവരൊരു പക്ഷേ സൈക്കിൾ വാങ്ങാൻ കരുതി വെച്ച നാണയങ്ങളായിരിക്കാം, അവരൊരു പക്ഷേ നല്ല കുടയും ബാഗും വാങ്ങാൻ കരുതി വെച്ചതായിരിക്കാം, അവർക്ക് മികച്ച കളിപ്പാട്ടങ്ങളും പുസ്തകങ്ങളും ആകുവാനുള്ള കരുതി വെച്ച തുകകളായിരിക്കാം. ആ തുകകളാണ് നമുക്കൊരു വീട് വെച്ചു കൊടുത്താൽ എന്താണ് എന്ന് അൽബിർ സംവിധാനം ആ സംവിധാനത്തിലെ മക്കളോട് പറയുമ്പോൾ അവർ അത് വളരെ ആവേശപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് കുഞ്ഞു കുട്ടികൾ ആ കുഞ്ഞു കരങ്ങൾ കൊണ്ട് കുഞ്ഞു കുഞ്ഞു നാണയങ്ങൾ തങ്ങളുടെ ആ ഉദ്യമത്തിലേക്ക് സംഭാവനയായി നൽകുന്ന ഒരു രംഗമാണ്. സമസ്തയുടെ തണലിൽ അൽബിറിലെ കുരുന്നുകളും കോഴിക്കോട് മയ്യന്നൂർ മഹല്ല് കമ്മിറ്റിയും ചേർന്നുകൊണ്ടാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്തബാധിതർക്കായി 3 വീടുകൾ അഥവാ സ്നേഹഭവനങ്ങൾ നിർമ്മിച്ച് നൽകിയത്. അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു കഴിഞ്ഞ ദിവസം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആ കുടുംബങ്ങൾക്ക് അതിൻ്റെ താക്കോല് കൈമാറിക്കൊണ്ട് ആ സന്തോഷം പങ്കുവെച്ചത് നമ്മുടെയൊക്കെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം നൽകുകയാണ്. മാനുഷിക സ്നേഹത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് കുഞ്ഞുങ്ങളുടെ കരങ്ങളിലൂടെ സാധ്യമാക്കപ്പെട്ട ഈ വീടുകൾ എന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ബഹുവന്യ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്. കുട്ടികളിൽ സാമൂഹിക ബോധം വളർത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അൽബിറിൻ്റെ അണിയറ പ്രവർത്തകരെയും തങ്ങൾ അഭിനന്ദിക്കുന്നുണ്ട്. 4 കുടുംബത്തിലേക്ക് താമസിക്കാൻ ആവശ്യമാവുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ചെയ്ത ഈ പ്രവർത്തനം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇത് വിശുദ്ധമാകുന്നതായ ഇസ്ലാം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പനയിൽ പെട്ട ഒന്നാണ്. നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കാം, പ്രയാസം അനുഭവപ്പെടുന്നവരെ സഹായിക്കാം, ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളുകളെ സഹായിക്കുക എന്നൊക്കെ ഉള്ളത് അത് ഇസ്ലാം വളരെയധികം പ്രോത്സാഹനവും പ്രചോദനമൊക്കെ നൽകിയിട്ടുണ്ട്. 2024 നവംബർ 9 ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആ വീടുകളുടെ തറക്കല്ലിടൽ കർമ്മം നടത്തിയത്. ആ വീടുകളാണ് ഇന്നലെ തങ്ങളുടെ തന്നെ കരങ്ങളാൽ അർഹരായപ്പെട്ട ആളുകൾക്ക് കൈമാറ്റപ്പെടുകയും ചെയ്തത്. ചടങ്ങിനെത്തിയ ആളുകളെ തരുവണ വി കെയർ അൽബിർ പ്രീ സ്കൂളിലെ വിദ്യാർത്ഥികൾ പൂച്ചെണ്ടുകളും ബൊക്കയും ഒക്കെ നൽകിക്കൊണ്ടാണ് സ്വീകരിച്ചത്. സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും സഹജീവി സ്നേഹവും കുട്ടികളുടെ മനസ്സിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തിൽ അൽബിർ സ്റ്റേറ്റ് കൗൺസിൽ എടുത്ത തീരുമാനം സ്കൂൾ മാനേജ്മെൻറ്റുകൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചതോടെയാണ് പദ്ധതിയുടെ വിജയം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അങ്ങനെ ശേഖരിച്ച നാണയത്തൊട്ടുകൾ അല്ലെങ്കിൽ ആ സംഖ്യ 39 ലക്ഷം രൂപയായിരുന്നു. അൽബിറിലെ കുരുന്നുകൾ ആ പദ്ധതിക്കായി സ്വരൂപിച്ച സംഖ്യയുടെ ആ ഒരു 39 ലക്ഷം രൂപ അത് അത്രമേൽ മൂല്യമുള്ളതായി മാറുകയാണ്. ചടങ്ങിൽ അൽബിർ സ്കൂൾ കൺവീനറും സമസ്ത സെക്രട്ടറിയുമായ ഉമർ ഫൈസി മുക്കം അധ്യക്ഷത വഹിച്ചു. പാണക്കാട് സയ്യിദ് ഷഹീർ അലി ശിഹാബ് തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. മുഹമ്മദ് മിൻഹാജ് ഖിറാത്ത് നിർവഹിച്ചു. സമസ്ത വിദ്യാഭ്യാസ ബോർഡ് മാനേജർ കെ മോയിൻകുട്ടി മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. അൽബിർ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ഡോക്ടർ KP മുഹമ്മദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വീടുകൾ 1ന്റെ താക്കോലും പ്രമാണങ്ങളുടെ കൈമാറ്റവും സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. സ്ഥലം നൽകിയ പാറക്ക ഉസ്മാനുള്ള ഉപഹാരവും തങ്ങൾ ആ വേദിയിൽ വെച്ച് നൽകി. മറ്റ് താക്കോലുകൾ ഉമർ ഫൈസി മുക്കം സമസ്ത കേന്ദ്ര മുഷാവറ അംഗം വി മൂസക്കോയ മുസ്ലിയാർ, മയ്യന്നൂർ മഹല്ല് പ്രസിഡന്റ് ഉസ്മാൻ ഹാജി എന്നിവർ ചേർന്ന് കുടുംബാംഗങ്ങൾക്ക് നൽകി. അതിൻ്റെ ഒരു ഭാഗം കൂടി തന്നെയാണ് ദാനധർമ്മങ്ങളും അശരണരെ സഹായിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പരിശീലിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാൻ ഈ പാതയിലേക്ക് അവരെ കടത്തി വന്നിരിക്കുന്നത്. ഇതുപോലെ പല മേഖലകളിലും നമ്മൾ അവരെ പരിശീലിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും അൽബീറിനെ സംബന്ധിച്ചുള്ളത് പറഞ്ഞാൽ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മറ്റുള്ള കുട്ടികളും വ്യത്യസ്തമാണ്. കാരണം ഈ കരുണ അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാലാണ് ആകാശത്തുള്ളവർ കരുണ കാണിക്കുക. അപ്പോൾ കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ
ഇങ്ങനെയുള്ളൊരു പരിപാടികൾ ആവിഷ്കരിക്കുക എന്നുള്ളപ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ, കാരണം ഇവിടെ താമസിച്ച എല്ലാവരും വളരെ ഹാപ്പിയാണ്. 3 റൂമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇനി വേണമെങ്കിൽ അവർക്ക് മേലിലെടുക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട്. ഏതായാലും ആ കുരുന്നു മക്കളുടെ ആ അൽബിർ സംവിധാനത്തിൻ്റെ വലിയ ഒരു മഹത്വമായിട്ടുള്ള പ്രവർത്തനത്തെ നമ്മൾ എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിവരില്ല. ആ കുഞ്ഞുമക്കൾക്ക് സുപ്രഭാതത്തിൻ്റെ അഭിനന്ദനങ്ങൾ.